ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം ഇന്നലെ വൈകുന്നേരം തൊട്ട് തുടങ്ങിയതാണ്. ചാനലുകളിൽ ചർച്ചകളും എല്ലാ ചാനലുകളും വെണ്ടയ്ക്ക അക്ഷരത്തിൽ പിന്നെ നിമിഷപ്രിയയെ പറ്റിയുള്ള വാർത്തകളുമാണ് നിറഞ്ഞു നിൽക്കുന്നത്. പത്രം കിട്ടിയിട്ടില്ല. പത്രം കിട്ടുമ്പോഴേ അതിനുള്ള എന്താണെന്ന് അറിയാൻ കഴിയൂ. എന്തായാലും ശരി, നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് തൽക്കാലത്തേക്ക് നീട്ടിവെച്ചു. അതാണ് വാർത്ത. അപ്പോൾ വധശിക്ഷ ഒഴിവാക്കിയിട്ടില്ല. അതിനു മുമ്പ് വധശിക്ഷ നീട്ടിവെച്ചതേ ഉള്ളൂ. അതിൻ്റെ ക്രെഡിറ്റ് ആർക്കാണ്? അതിൻ്റെ ക്രെഡിറ്റിന് വേണ്ടിയാണ് ഇപ്പോൾ മത്സരം നടക്കുന്നത്. മോഡിയാണ് വധശിക്ഷ നീട്ടിവെക്കാൻ കാരണക്കാരൻ. കേരള ഗവർണറാണ് വധശിക്ഷ നീട്ടിവെക്കാൻ കാരണക്കാരൻ. സൗദി എംബസിയും അതിലുണ്ട്. പിന്നെ കുറേ ക്രിസംഗികളുണ്ട്. അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ആക്ഷൻ കൗൺസിൽ അത് ഇതല്ല. ഇത്രയും വർഷമായിട്ട് അവരെ കൊണ്ട് ഇന്ന് വരെ നിമിഷപ്രിയയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ അവരെല്ലാം ഇടപെടലുകൾ നടത്തുന്നുണ്ട്. പക്ഷേ ഇടപെടൽ ആരോടാണ് നടത്തേണ്ടത്? അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായിട്ട് സംസാരിച്ചാലല്ലേ വധശിക്ഷയായാലും ശരി, വധശിക്ഷ നീട്ടിവെക്കുന്ന കാര്യത്തിലായാലും ശരി എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അവസാനമായിട്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അതിൽ ഇടപെട്ടു. അദ്ദേഹം ഇടപെട്ടത് പല കോണിൽ നിന്നുമുള്ള സമ്മർദ്ദത്തിന്റെ ഫലമായോ ആരെങ്കിലും ആവശ്യപ്പെട്ടത് കൊണ്ടാണ്. അപ്പോൾ അവസാനം ചാണ്ടി ഉമ്മൻ പോയി, ചാണ്ടി ഉമ്മൻ്റെ അമ്മയുമായി പോയി ഗവർണറെ കാണുന്നു, എന്തെങ്കിലും ഇടപെടൽ നടത്തണമെന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ടൊന്നുമല്ല കാര്യങ്ങൾ നടന്നത്. ഇപ്പോൾ അബൂബക്കർ മുസ്ലിയാർ, AP അബൂബക്കർ മുസ്ലിയാർ വിചാരിച്ചു, കാരണം മതപണ്ഡിതനാണ് അദ്ദേഹം. മതപണ്ഡിതന്മാർക്ക് ലോകത്തിലുള്ള എല്ലാ മതപണ്ഡിതന്മാരുമായിട്ട് ബന്ധങ്ങൾ കാണും. അപ്പോൾ അവരൊരു ടെലിഫോൺ ചെയ്താൽ അവർക്ക് അതിന് എന്താണ് ചെയ്യേണ്ടത്, ഈ കാര്യത്തിൽ എങ്ങനെ എന്ത് ചെയ്യാൻ കഴിയും. ഇപ്പോൾ തൽക്കാലം ചെയ്യാൻ കഴിയുന്നത് വധശിക്ഷ നീട്ടിവെക്കുക എന്നുള്ളതാണ്. അത് നീട്ടിവെച്ചു. ഇനി അതിൻ്റെ ക്രെഡിറ്റ് മോഡിക്കായിരുന്നാലും ശരി, അതിൻ്റെ ക്രെഡിറ്റ് കേരള ഗവർണറായാലും ശരി, സൗദി എംബസി എന്താണ് യമനിൽ ചെയ്യുന്നത്? യമൻ എംബസി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. സൗദി എംബസി എന്താണ് യമനിൽ ചെയ്യുന്നത്? സൗദി എംബസിയാണ് സ്പോൺസർ ഹൂത്തികളുടെ? അല്ല. ഹൂത്തികൾ എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ ഒരു പോരാട്ട വീര്യമുള്ള സംഘടനയാണ്. പോരാട്ട വീര്യമുള്ള ഒരു മിലിറ്ററി ടൈപ്പ് ഇതാണ്, സംഘടനയാണ്. അപ്പോൾ അവർ ചെയ്യുന്നെന്ന് പറയുന്നത് ഫലസ്തീന് വേണ്ടി അവർ ശബ്ദിക്കുന്നു. ഫലസ്തീൻ എന്ന് പറയുന്നത് എന്തിനാണ്? ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഉള്ളപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഭൂമിയിലില്ല. ഈ ഭൂമിയിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാവുന്ന 48 ശേഷമാണ്. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള കഴിവും അതിനുള്ള വിജ്ഞാനവും ഇല്ലാത്ത കുറച്ച് ആളുകളുണ്ട്. അവർ പിന്നെ ഫലസ്തീന് വേണ്ടി പോരാടുന്ന ഫലസ്തീനികളുടെ സംഘടന ഹമാസ് എന്ന് പറയും. അത് ചെറുത്തുനിൽപ്പ് സംഘടനയാണ്, പോരാട്ട വീര്യമുള്ള സംഘടനയാണ്. ഫലസ്തീൻ ഉള്ളിടത്തോളം കാലം ഹമാസ് കാണും. ഫലസ്തീൻ സ്വതന്ത്രമാകുന്നത് വരെ ഹമാസ് കാണും. അതിനുശേഷമേ പിന്നെ ഹമാസ് പിരിച്ചുവിടണ്ടേ, അല്ലെങ്കിൽ ഭരണം കിട്ടുമോ കിട്ടുകയില്ലോ, അതൊക്കെ ജനാധിപത്യ രീതിയിൽ അത് അവരെന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം. ആ കാര്യങ്ങൾ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല. അപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആരെല്ലാം പോരാടി? കോൺഗ്രസ് ആണ് പോരാടിയത്. കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ സംഘടന. അതിൽ ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരുണ്ടാകും. പക്ഷേ ഈ സംഘടനയുടെ കീഴിൽ നിന്നാണ് എല്ലാവരും. ഗാന്ധിജി നയിച്ചു, നെഹ്റു നയിച്ചു, നമ്മുടെ അബ്ദുൽ കലാം ആസാദ്, മുഹമ്മദ് അലി ജിന്ന പിന്നെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യമുണ്ടാക്കി പുറത്തു പോയി. അത് അവരുടെ കാര്യം. അതങ്ങനെ ആ സംഭവം കൂടുതലായിട്ട് നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ അതല്ല നമ്മുടെ വിഷയം എന്ന് പറയുന്നത്. നമ്മുടെ വിഷയം നിമിഷപ്രിയയുടെ വധശിക്ഷ തൽക്കാലത്തേക്ക് നീട്ടിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ എന്തെങ്കിലും കഴിയുമുണ്ടോ, അതോ ക്രെഡിറ്റ് എടുക്കണോ? അതിൻ്റെ ക്രെഡിറ്റ് ആർക്ക് വേണം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ ഇടപെട്ട് സംഘികളായിരുന്നാലും ക്രിസംഘികളായാലും ഈ രംഗം വഷളാക്കരുത്. അതായത് നിമിഷപ്രിയയെ രക്ഷിക്കണമെന്ന് ആഗ്രഹമുള്ള ഈ ആൾക്കാർ ഉണ്ടെങ്കിൽ
അവർ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചാനലിൽ ചർച്ച ചെയ്ത് നീട്ടി വഷളാക്കി ആരെങ്കിലും മോശക്കാരനാക്കരുത്. ഇപ്പോൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ മോശക്കാരനാക്കി ചിത്രീകരിച്ചുകൊണ്ട് കുറേ സംഘി ചാനലുകൾ ഇവിടെ ഉണ്ടല്ലോ കേരളത്തിൽ. ആരിലാണ് അവർക്ക് പിന്നെ ഈ ധനസഹായം ചെയ്ത് ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നതെന്ന് ചെയ്യുന്നവർക്കറിയാം. അത് ഇവിടെയുള്ള വിവേകവും ബുദ്ധിയുമുള്ള ആളുകൾക്ക് മനസ്സിലാകും. പക്ഷേ ഇതിപ്പോൾ അവസാനം നിമിഷപ്രയ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി കൊണ്ടുവരാതിരിക്കാനുള്ള ബുദ്ധികളാണ് അവർ ചെയ്യുന്നത്. നിമിഷപ്രതിയെ ചെയ്തത് തെറ്റാണ്. ഇപ്പോൾ മനുഷ്യന് ദേഷ്യം വന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും ഉപദ്രവിച്ചോ പെട്ടെന്നുള്ള ഒരു വിചാരത്തിലോ ഒരാളിനെ കൊന്നിരിക്കാം. പക്ഷെ കൊന്നത് മാത്രമല്ല, 115 കഷ്ണങ്ങളാക്കി മീൻ കണ്ടിക്കുന്നത് പോലെ കണ്ടിച്ചു. അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അത് ചെറിയൊരു കുറ്റമൊന്നുമല്ല. കുറ്റം ചെയ്യുന്നു, എന്തെങ്കിലും പെട്ടെന്നുള്ള വിഷമത്താലോ ദേഷ്യത്താലോ ഒരാളിന് എന്തെങ്കിലും കത്തിയെടുത്ത് കുത്തുക, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം മരക്കഷ്ണമോ അല്ലെങ്കിൽ ഇരുമ്പ് ദണ്ടോ എടുത്ത് അടിച്ച് കൊല്ലുന്നത് പോലെ അല്ല. അത് കഷ്ണങ്ങളാക്കാൻ 115 കഷ്ണങ്ങളാക്കണമെങ്കിൽ ആ മനുഷ്യ കുലത്തിൽ പിറന്നവരുടെ മനസ്സ് ഏത് രീതിയിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എന്തായാലും ശരി, നിമിഷപ്രയെ മോചിപ്പിക്കണമെന്ന് എല്ലാ കോണിൽ നിന്നും അഭ്യർത്ഥന ഉണ്ടായി. ഏതായാലും കാന്തപുരം ഉസ്താദ് തന്നെയാണ് ഇപ്പോൾ തൽക്കാലത്തേക്കെങ്കിലും വധശിക്ഷ നീട്ടിവെക്കാൻ കാരണക്കാരൻ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് രംഗം വഷളാക്കാതിരിക്കണമെന്നാണ് എനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്. ക്രെഡിറ്റ് അദ്ദേഹത്തിൻ്റെ തന്നെയാണ്. വേറെ ആർക്കും അതിൽ ക്രെഡിറ്റ് അവകാശപ്പെടാൻ അവകാശമോ അധികാരമോ ഇല്ല. വെറുതെ മോഡിയെയും പിന്നെ കേരള ഗവർണറെയും ബാക്കി സൗദി എംബസിയെന്ന് ഇതിൽ വലിച്ചിഴക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആവശ്യമില്ലാത്ത പ്രവൃത്തികളിൽ നിന്ന് എല്ലാവരും മാറി നിൽക്കണമെന്നാണ്. നിങ്ങൾക്ക് നിമിഷപ്രിയയുടെ മോചനം ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സംഘികളും കൃസംഘികളും ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഇടപെട്ട് രംഗം വഷളാക്കരുതേ. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ആ നിമിഷപ്രിയയോട് എന്തെങ്കിലും ആത്മാർത്ഥയോ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കണമെന്ന് മാത്രമാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള വാർത്ത കേൾക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ലൈക്ക്.